ലൈവ് 6 ആരംഭിക്കുകയാണ്. പ്രധാന തലക്കെട്ടുകൾ. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വ്യാപക വെള്ളക്കെട്ട്. ഇടുക്കി ഏഴുംകുവയലിൽ 4 ഏക്കറോളം ഭൂമി ഒലിച്ചുപോയി. സംസ്ഥാനത്ത് മഴ തീവ്രമാകുമെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സർക്കാരിനെ പിന്തുണച്ച സുകുമാരൻ നായർക്കെതിരെ NSSൽ പടയൊരുക്കം. പ്രമേയം പാസാക്കി എറണാകുളം കണയന്നൂർ കരയോഗം. പിണറായിക്ക് പാസേവ ചെയ്യുന്ന കട്ടപ്പയെന്ന് പ്രമാണം കരയോഗം ഓഫീസിന് മുന്നിൽ ബാനർ. NSS എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്ന് VD സതീശൻ. ശബരിമലയിലെ നിലപാടിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച് UDF. NSS പിന്തുണ LDFന്റെ 3ാം വരവിന് ഗുണം ചെയ്യുമെന്ന് MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിശ്വാസികളെ ഒപ്പം നിർത്താൻ മുന്നണികളുടെ മത്സരം. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ സർക്കാരിന്റെ ആദരം. ഭൂരിപക്ഷ സമുദായ സംഘടനകളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ കോൺഗ്രസും BJPയും. ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി. 2ാം വർഷവും ദുർഗാഷ്ടമി നാളിൽ പൊതു അവധി പ്രഖ്യാപിച്ച സർക്കാർ. അവധി ബാങ്കുകൾക്കും ബാധകം. നാളത്തെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റി. അടുത്ത മാസം 4-ന് നറുക്കെടുക്കും. GST മാറ്റവും കനത്ത മഴയും വിൽപ്പനയെ ബാധിച്ചു. ഏജന്റുമാരുടെ അഭ്യർത്ഥന മാനിച്ചുള്ള തീരുമാനമെന്ന് ലോട്ടറി വകുപ്പ്. ഓപ്പറേഷൻ നുംകോറിൽ കസ്റ്റംസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് ദുൽഖർ സൽമാൻ. നിയമവിധേയമായാണ് കാർ വാങ്ങിയതെന്നും വാഹനം വിട്ടുകിട്ടണമെന്നും ആവശ്യം. വാഹനക്കടത്തിൽ ചെക്ക് പോസ്റ്റുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കസ്റ്റംസ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസർ ഉടമയെ ചോദ്യം ചെയ്തു. ലഡാക്ക് പ്രക്ഷോഭ നായകൻ സോനം വാങ്ചുക് അറസ്റ്റിൽ. വിശദമായി ചോദ്യം ചെയ്യാൻ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തണുപ്പിക്കാൻ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. വിവിധ സംഘടനകളുമായി ചർച്ച തുടരുന്നു. ഗ്രൗണ്ടിൽ പ്രകോപനപരമായ ആംഗ്യം കാണിച്ചതിൽ പാക് താരങ്ങൾക്കെതിരെ നടപടി. ഫർഹാനും റൌഫിനുമെതിരെ പിഴ ചുമത്തി ICC. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കനത്ത മഴയിൽ മുങ്ങി തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ നിർത്താതെ പെയ്യുകയാണ്. നിരവധി വീടുകളിലും വെള്ളം കയറി. ക്യാമ്പുകൾ സജ്ജമാക്കിയതായും കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. വേളിയിൽ പൊഴിമുറിക്കാൻ വൈകിയത് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായി. ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തലസ്ഥാനത്തെ റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടായി. കരിക്കകത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ്. ഈ ഭാഗത്തും മഴ പെയ്ത ഉടനെ വെള്ളം കെട്ടുന്ന സ്ഥലമാണ്. 8-10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇപ്പോൾ വീടൊക്കെ ഉടനെ ഇടിച്ചു വീഴുന്ന ഒരു അവസ്ഥയിലാണ്. വീട് മുറിക്ക് എല്ലാം സാധനങ്ങളെല്ലാം നനഞ്ഞ് എല്ലാം കട്ടില് പഴയ കട്ട കെട്ടിയ വീടാണ്. കരമന മേലാറന്നൂരിൽ വെള്ളം കയറിയ വീടിനുള്ളിൽ കുടുങ്ങിയ വയോധികയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പൂജപ്പുരയിൽ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണു. കിംസ് ആശുപത്രിയിലെ പാർക്കിംഗ് യാർഡിൽ വെള്ളം കയറി നിരവധി വാഹനങ്ങൾ മുങ്ങി. നിലവിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഫയർഫോഴ്സിനും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ജില്ലയിലെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഒന്ന് PWD റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. സിറ്റിയിലെ റോഡുകളിലെല്ലാം കോർപ്പറേഷൻ PWD ഇടയാണ്. അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, മരമൊന്നും ഒഴിഞ്ഞു വീണിട്ടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി വേളിയിലെ പൊഴിമുറിക്കുവാനായി നിർദ്ദേശം നൽകിയെങ്കിലും ഇതിൽ കാലതാമസം ഉണ്ടായെന്ന് കളക്ടർ വ്യക്തമാക്കി. അതാണ് വെള്ളക്കെട്ട് നീണ്ടു നിൽക്കാൻ കാരണമായത്. ഇതിൽ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ
അതേ ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോകുകയാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടറിനെ. ഓൾറെഡി ഉള്ള നിർദ്ദേശം പ്രകാരം ദ മൊമെന്റ് വി ഗിവ് ദ ഡയറക്ഷൻ അതിനെ തൊട്ട് 1-2 മണിക്കൂറുള്ളിൽ തന്നെ അത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ 6:30 ഇതിലും വലിയ പ്രതിഷേധമുയർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ നിർത്താതെ പെയ്യുകയാണ്. മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടം എഴുകുവയലിൽ ഉരുൾപൊട്ടൽ. 4 ഏക്കറോളം കൃഷിഭൂമി ഒലിച്ചുപോയി. ഗ്രാമീണ പാതയിലെ ഗതാഗതവും തടസ്സപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിലാണ് ഉരുൾപൊട്ടൽ. എഴുകുംവയൽ സ്വദേശികളായ കുറ്റ്യാനിക്കൽ സണ്ണി, ചെമ്മരപ്പള്ളിൽ അനീഷ് തുടങ്ങിയവരുടെ കൃഷിഭൂമിയിലാണ് നാശനഷ്ടം. മണ്ണും വെള്ളവും ഒഴുകിയിറങ്ങി കൃഷി പൂർണ്ണമായി നശിച്ചു. സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്ന ഏലം, കുരുമുളക് മുതലായ കൃഷികൾ പൂർണ്ണമായും ഒഴുക്കിൽപ്പെട്ട് നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. പ്രദേശത്ത് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ കുട്ടൻകവല മലർവാടിപ്പടി റോഡിന്റെ സമീപത്തായിട്ടാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. എഴുകുംവയലിൽ നിന്നും കുട്ടൻകവലയിലേക്കുള്ള ഗ്രാമീണ പാതയിലേക്ക് മണ്ണ് വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. മഹാപ്രളയകാലത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണിവിടം. അന്ന് റോഡ് ഉൾപ്പെടെ നഷ്ടമായിരുന്നു. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. ന്യൂസ് 18 ഇടുക്കി. മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ വിശ്വാസികളെ ഒപ്പം നിർത്താൻ മുന്നണികളുടെ മത്സരം. സമുദായ സംഘടനകളെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറാനാണ് ശ്രമം. ഏറെക്കാലമായി എതിർപക്ഷത്തായിരുന്ന NSSനെയും SNDPയെയും ഒരുമിച്ച് നിർത്തിയ ഇടതുമുന്നണിയാണ് ആദ്യ ലാപ്പിൽ മുന്നിൽ. ഭൂരിപക്ഷ സമുദായ സംഘടനകളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസും BJPയും. സമുദായ സംഘടനകൾക്ക് അർഹിക്കുന്നതും അതിലേറെയും ബഹുമാനവും പ്രാധാന്യവും കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് കേരളത്തിൽ പുതുമയല്ല. എന്നാൽ വിശ്വാസത്തിലും വിശ്വാസികളുടെ കൂട്ടായ്മകൾക്കും ഇത്രയധികം പ്രാധാന്യം കൈവന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷമാണ്. പുരോഗമനവും നവോത്ഥാനവും ഉയർത്തിക്കാട്ടിയ CPMനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. വിശ്വാസത്തിൽ തൊട്ട് കൈപൊള്ളിയ CPMും സർക്കാരും പാപപരിഹാരത്തിനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയതെല്ലാം. ശബരിമല വിഷയത്തിൽ എടുത്തുചാട്ടം തെറ്റായിപ്പോയെന്ന് CPM വിലയിരുത്തി. ശബരിമലയുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകാൻ തുടങ്ങി. അയ്യപ്പ സംഗമവും നടത്തി. SNDPയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി. 9 വർഷത്തിലേറെ ശത്രുപക്ഷത്തു നിന്ന NSSും ഇടത്തേക്ക് ചായുകയാണ്. വിശ്വാസികളെയും വിശ്വാസ സമൂഹത്തെയും കൂടെ നിർത്തി മാത്രമേ ഭരണ തുടർച്ച ഉറപ്പാക്കാനാകൂവെന്ന് CPM മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ അത്ര അനുകൂലമാകില്ലെന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടാണിത്. ശബരിമല സമരത്തിലെ കേസുകൾ എഴുതിത്തള്ളുന്നതുൾപ്പെടെ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള കൂടുതൽ നടപടികൾ ഉടനുണ്ടാകും. NSS തുടങ്ങിവച്ച നാമജപ സമരങ്ങൾ ആളിക്കത്തിച്ചതും സുവർണാവസരമായി കണ്ടതും BJPയും സംഘപരിവാർ സംഘടനകളുമായിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സീറ്റുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ലെങ്കിലും CPMന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. ശബരിമല വിവാദത്തിനു ശേഷം വലിയ വളർച്ചയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൊതുവിലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും BJP ഉണ്ടാക്കിയത്. NSSും SNDPയും പൂർണ്ണമായും ഇടത്തേക്ക് ചായുന്നത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. അത് മനസ്സിലാക്കിയാണ് ആദ്യം അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചത്. പിന്നീട് ബദർ സംഗമവും നടത്തി. അതുകൊണ്ടൊന്നും ഹൈന്ദവ സമൂഹത്തിലെ ഈ 2 പ്രധാന സമുദായ സംഘടനകളെ ഒപ്പം നിർത്താൻ BJPക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് സന്യാസിമാരുടെ സംസ്ഥാന യാത്രയടക്കമുള്ള കൂടുതൽ തന്ത്രങ്ങളിലേക്ക് BJPയും സംഘപരിവാറും കടക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കിട്ടി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനാനുപാതികമായ നേട്ടം കോൺഗ്രസിനുണ്ടായില്ല. അയ്യപ്പ സംഗമത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നതാണ് NSSനെ ഇപ്പോൾ കോൺഗ്രസിന് എതിരാക്കുന്നത്. SNDPയുമായി കുറെക്കാലമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നല്ല ബന്ധത്തിലുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തീവ്ര ശ്രമം കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. ആചാര ലംഘനങ്ങളും വിശ്വാസ സംരക്ഷണവും തന്നെയാകുമോ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും വിധി നിർണ്ണയിക്കാൻ പോകുന്നത്? അങ്ങനെയാണെന്ന് തോന്നിക്കുന്ന നീക്കങ്ങളാണ് സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ ഹിന്ദു വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കവുമായി സർക്കാർ. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജതജൂബിലി ആഘോഷവേളയിലാണ് സംസ്ഥാന സർക്കാർ ആദരിക്കുന്നത്. വൈകിട്ട്
അല്പസമയത്തിനകം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ് അമൃതാനന്ദമയെ ആദരിക്കുക. SNDPയെയും NSSനെയും ഒപ്പം നിർത്തിയതിന് പിന്നാലെയാണ് അമൃതാനന്ദമയെയും കൂടെ നിർത്താനുള്ള ശ്രമം. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ചടങ്ങ് ആരംഭിച്ചോ? രഞ്ജിത്തെ, സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു വലിയ നീക്കത്തിന്റെ, അടുത്ത തെരഞ്ഞെടുപ്പ് കണ്ട് നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. ഫലത്തിൽ ഇത് ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിന്റെ 25ാം വാർഷികം, ആ രജത ജൂബിലി ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ അമൃതാനന്ദമയി ആദരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ധനകാര്യമന്ത്രി KN ബാലഗോപാലും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരവ് നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2 മുതിർന്ന മന്ത്രിമാർ തന്നെ അമൃതാനന്ദമയിയെ ഇങ്ങനെ ഒരു ആദരവ് നൽകുമ്പോൾ സ്വാഭാവികമായും അമൃതാനന്ദമയി മഠവുമായി ചേർന്നാണ് സർക്കാർ നിൽക്കുന്നത്, ഇടതുമുന്നണി നിൽക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. എങ്ങനെയാണോ നേരത്തെ തന്നെ ഒപ്പം നിന്ന SNDPയും KPMSനും ഒപ്പം മറുപക്ഷത്തായിരുന്ന NSSനെ അടക്കം അയ്യപ്പ സംഘവും വഴി സ്വന്തം പക്ഷത്തെ കൊണ്ടുവരികയും പരസ്യമായി തന്നെ G. സുകുമാരൻ നായരെ കൊണ്ട് ഇടതുമുന്നണിക്ക് അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്ത ഒരു പടി എന്നുകൂടി കരുതണം. അമൃതാനന്ദമയുമായി പല ഘട്ടത്തിലും CPMന്റെ നേതാക്കളുമായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമായ വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട്. 2014 അമൃതാനന്ദമയി മഠത്തിലെ അവിടെ നിന്ന് വിട്ടുപോയ ഒരു അന്തേവാസിയെ ഇംഗ്ലണ്ടിലെത്തി ഇന്റർവ്യൂ നടത്തി അത് കൈരളി TV നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. അന്ന് അകൽച്ച ഉണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇടതുമുന്നണി ചേർത്ത് പിടിക്കുകയും അവർക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സന്ദേശം ജനങ്ങൾ കൂടി നൽകാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെയൊക്കെ കൂടി ഫലമാണ്. ഒപ്പം അമൃതാനന്ദമയി മഠവും കഴിഞ്ഞ കുറച്ചു കാലമായി നേരത്തെ തന്നെ അടുപ്പത്തിലായിരുന്ന BJPയുമായി അത്ര സുഖകരമായ ബന്ധത്തിലല്ല ഉണ്ടായിരുന്നത്. അവരും ഇങ്ങനെ ഒരു സ്വീകരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവണം ഒരു നിലപാട് അമൃതാനന്ദമയി മഠത്തിനും ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം കൂടിയാണ് ഈ സ്വീകരണത്തിന്. സാധാരണ ഒരു ഐക്യരാഷ്ട്രസഭയിൽ പോയി അമൃതാനന്ദമയി സംസാരിച്ചതിൻ്റെ 25ാം വാർഷികം എന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി അടങ്ങുന്നതാണ് ഇന്ന് അല്പസമയത്തുള്ളിൽ നടക്കുന്ന ഈ സ്വീകരണ ചടങ്ങ്. ശരി കിരൺ. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ സംഘടനയിൽ പടയൊരുക്കം. ജനറൽ സെക്രട്ടറിയുടേത് NSS നിലപാടല്ലെന്ന് വ്യക്തമാക്കി എറണാകുളം കണയന്നൂർ കരയോഗം രംഗത്തെത്തി. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ എന്നു കാട്ടി പത്തനംതിട്ട പ്രമാണത്തും ബാനർ ഉയർന്നു. ഇന്നലെ വെട്ടിപ്പുറത്തും പ്രതിഷേധ ബാനർ ഉയർന്നിരുന്നു. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ അനുകൂല നിലപാട് NSS സ്വീകരിച്ചതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റർ വിവാദവുമായിട്ട് പോസ്റ്ററുകളിലൂടെ വിമർശനവുമായിട്ട് പത്തനംതിട്ടയിലെല്ലാം തന്നെ ഇത് പ്രത്യക്ഷമായെങ്കിൽ ഇന്നത് കുറച്ചുകൂടി കടുപ്പത്തിലേക്ക് നീങ്ങുകയാണ്. അത് എറണാകുളം കണയന്നൂർ NSSന്റെ ഒരു കരയോഗമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രമേയം തന്നെ പാസ്സാക്കിയത്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇത് സുകുമാരൻ നായരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ഇതിന് അനുകൂലമായൊരു തീരുമാനമെടുത്തത്. അതിനെ NSSുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ശക്തമായ നിശിതമായ വിമർശനമാണ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഇതിൽ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇതിൽ നിരവധിയായ കരയോഗം പ്രവർത്തകർക്കെതിരെ കേസുകളടക്കമെടുത്ത സർക്കാർ നടപടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ രേഖാമൂലം തന്നെ കരയോഗങ്ങളെ അറിയിക്കാനായിട്ട് തയ്യാറാകണം. ഇത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കെടുത്ത പേരിൽ അതിനെ പൊതുവായി NSS എന്ന് ചേർത്ത് വായിക്കരുത് എന്ന് തുടങ്ങുന്ന രീതിയിലുള്ളതാണ് പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഉയരുന്നത്. അതേസമയം തന്നെ UDF ഇത് രാഷ്ട്രീയമായുധമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലടക്കം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എന്താണ് ലക്ഷ്യങ്ങളായിട്ട് സർക്കാർ ഉദ്ദേശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പരിപാടി ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയിലേക്ക് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ പ്രവർത്തനം മാറുകയാണ്. വലിയ വിഷയങ്ങൾ ഇതിൽ NSSൽ തന്നെ എതിർപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി. ആഗോള അയ്യപ്പ സംഗമം വഴി CPM ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളി മറികടക്കാൻ UDF ശബരിമല
യുവതീ പ്രവേശന വിഷയത്തിൽ മുന്നണി നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും. നാളെ 2 മണിക്ക് കോട്ടയത്താണ് യോഗം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. SNDP യോഗത്തിന് പിന്നാലെ NSSും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് കോട്ടയത്ത് വിശദീകരണ യോഗം. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് CPM മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPMും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്നും അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ ബാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. NSSനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്. ഒരു സംശയ കാര്യത്തിലില്ല. ആ കൂട്ടുചേർന്ന് പോട്ടെ. ഞങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും. അതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ചെയ്യും കൃത്യമായി. വർഗീയവാദികളെ NSSന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹവുമായിട്ടോ NSSുമായിട്ടോ ഒരു തർക്കമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനമായി. ആരോടും ആത്മാർത്ഥതയില്ല. ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ്. ഒരു വ്യത്യാസം ഉണ്ടാകും. ഇണക്കവും പിണക്കവും വിഷയാധിഷ്ഠിതമാണെന്നും വി.ഡി. സതീശൻ പലതും മാറി മാറി പറയുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. സതീശന് വൈകി വിവേകമുണ്ടാകുന്നു. അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസിന് അഭിപ്രായം ഉണ്ടായിരുന്നില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. എനിക്ക് ഇണക്കവും പിണക്കവും പ്രശ്നാധിഷ്ഠിതമാണ്. ചില കാര്യത്തിൽ ഇണങ്ങും, ചില കാര്യത്തിൽ പിണങ്ങും. ഓരോ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ മാറി മാറി പറയും. നേരത്തെ പറഞ്ഞിരുന്നത് ഒരു സമുദായ നേതാക്കന്മാരുടെ തിന്നവരൊക്കെ ഇന്ന് പത്രത്തെ കണ്ട് ഒരു സമുദായ നേതാക്കന്മാരോടും എനിക്ക് വിരോധമില്ല. അപ്പോൾ ഈ കുറേ വൈകി കുറേ വിവേകം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന്. ഇതൊന്നും മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാകും. ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ UDFന്റെ കൺവീനർ നേതാവ് അപ്പോൾ എന്നൊക്കെ പറയണം. വല്ല പ്രസക്തിയുണ്ട് പുള്ളി പറയണത്? പ്രസക്തിയില്ല. പറയണതിന് മാറി മാറി പറയല്ലേ. അതേസമയം BJP നേതാവ് വി. മുരളീധരൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്ന് നേതാക്കൾ പറഞ്ഞെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ അതിനേറെയാണ്. BJPയോട് പിണക്കമില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അതിലൂടെ വരാറുണ്ട്, സാധാരണ വരാറുള്ളതാണ്. പലപ്പോഴും വരാറുണ്ട്. സൗഹൃദ സമ്മേളനം വന്നു ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത്രയല്ല. CPMന് വെള്ളാപ്പള്ളി അകമഴിഞ്ഞ പിന്തുണ നൽകുന്നതിനൊപ്പം ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമായി. സുരേഷ് ഗോപിയുടെ പരാമർശം വ്യക്തിപരമെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്. ഈ എയിംസ് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് BJPയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം BJP രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പറഞ്ഞത്. അതിനെ കുറച്ച് കാണിക്കല്ലേ. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു അർഹമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം പാർട്ടിക്ക് അതിലൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാർ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം. സർക്കാർ നടത്തുന്നത് കൈവിട്ട കളിയാണെന്നും മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്നവരുടെ തോളിൽ കൈയിടുന്നുവെന്നുമായിരുന്നു വിമർശനം. മതേതര നിലപാടിൽ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്നും സുപ്രഭാതം വിമർശിച്ചു.
ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അനാവശ്യമായി കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് പ്രതികരണം. ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല CPM എന്നും സുരേഷ് ബാബു പറഞ്ഞു. എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നമുക്ക് മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും. കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും. ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണല്ലോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. ഞങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപദേശം, അല്ലാതെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ BJP രാഷ്ട്രീയത്തെ പോലെ ഈ നേതാക്കളുടെ പെട്ടി തൂക്കി അവരുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ കേട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നവരല്ല. വ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങളത് പറയും, ഇല്ലെങ്കിൽ അത് പറയില്ല. അതാണ്. പിന്നെ കാലും വെട്ടും കായും വെട്ടും എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യത്തിൻ്റെ ഒരു രസത്തിന് കൂട്ടി പ്രാസം ചേർത്തി പറയുന്ന കാര്യങ്ങളായിരിക്കും. അതിനൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ, എൻ്റെ സംഘടനാ കാലം മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം നേരിട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരൻ്റെ ഈ മുദ്രാവാക്യം കേട്ടിട്ട് സുരേഷ് ബാബു അങ്ങനെ ചൂളിപ്പോകും എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സിലെ എന്നെക്കുറിച്ച് അറിയാത്തവരൊരു മുദ്രാവാക്യം വിളിച്ചതിനൊക്കെ ഞാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അധിക്ഷേപ പരാമർശത്തിൽ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതി നൽകി. ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അതേസമയം കോൺഗ്രസ് ഇരട്ട നീതിയാണെന്ന ആരോപണവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് സദാം ഹുസൈൻ രംഗത്ത് വന്നു. രാഹുലിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ ഒരൊറ്റ കോൺഗ്രസുകാരൻ പോലും പ്രതിഷേധിച്ചില്ല. ഷാഫിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഉടൻ പ്രകടനം നടത്തി. ഇതിനു പിന്നിൽ ഷാഫി ഫാൻസ് അസോസിയേഷനാണെന്നും രാഹുലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാനാണ് ഇവരുടെ ശ്രമമെന്നും സദാം ആരോപിച്ചു. അതായത് ഇന്ന് പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം പറയുന്നു. അതിന് ആരോപണം ആയിട്ടുള്ള ഒരാൾ അതിനെതിരെ മറുപടി പറഞ്ഞു. ഷാഫി പറമ്പിൽ അതിന് മറുപടി പറയുന്നു. അതിനുശേഷം ഇവിടെ പ്രകടനം നടക്കുന്നു. അതിൻ്റെ ഒരു 30 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേപോലെ ഒരു ആരോപണം വരുന്നു. അത് നിലവിൽ ഒരു സ്ത്രീ പറയുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുപരി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർ എന്ന നിലയിലും കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് 2 നീതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ സംഘസഹകാരിയായിട്ടുള്ള പാലക്കാടുള്ള ഇതിനൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഈ ഫാൻസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മറ്റ് പോഷക സംഘടന സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാരും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒറ്റപ്പെടുത്തി വേട്ടയാടി. പക്ഷേ വേറൊരു ആരോപണം വന്നപ്പോൾ ഒരു പ്രതിസന്ധി പോലെ തന്നെ പാലക്കാട് പ്രകടനം നടത്തുന്നു. പാലക്കാടിലെ ബ്ലോക്ക് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ CPM-ന്റെ ഓഫീസിലേക്കായിരുന്നു പ്രകടനം നടത്തേണ്ടത്, അതല്ലാതെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കല്ല. അതും തന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിലും പാലക്കാടിലെ എല്ലാ പ്രവർത്തകരൊന്നും പങ്കെടുത്തിട്ടില്ല. CPM പ്രവർത്തകൻ ഓണിയൻ പ്രേമൻ വധക്കേസിൽ പ്രതികളായ മുഴുവൻ RSS BJP പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടു. RSS BJP പ്രവർത്തകരായ 10 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കുറ്റവിമുക്തരാക്കിയത്. 2015 ഫെബ്രുവരി 25-നാണ് CPM പ്രവർത്തകനായ ഓണിയൻ പ്രേമൻ കൊല്ലപ്പെട്ടത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിൽ KJ ഷൈനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ KM ഷാജഹാന് ജാമ്യം. എറണാകുളം CJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 25,000 രൂപയുടെ ബോണ്ട്, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം. 2 പേരുടെ ആൾജാമ്യവുമുണ്ട്. KJ ഷൈനെ സമൂഹമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ കേസുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ കോടതിയിൽ വന്നപ്പോൾ കോടതിയുടെ ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളും പരാമർശവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കോടതി ജാമ്യം നൽകിയ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ചില ചോദ്യങ്ങൾ പ്രധാനമായും തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. ഈ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ തന്നെ, അതായത് കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ച അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ തന്നെ കോടതി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ നടപടികൾ ഇത്രമേൽ വേഗത്തിലായി? ആ രീതിയിലാണ് കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായത്. ഏതാണ്ട് കേസെടുത്ത് 3 മണിക്കൂർ കൊണ്ട് അറസ്റ്റ് നടത്തി. അതോടൊപ്പം തന്നെ ചെങ്ങമനാട് പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ ഉണ്ടായത്. ചെങ്ങമനാട് SIക്ക് ആരാണ് അറസ്റ്റിനുള്ള അധികാരം നൽകിയതെന്ന് കോടതി ചോദിച്ചു. 3 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്? ഇക്കാര്യങ്ങൾ പൊതുവിൽ ഈ നടപടിക്രമങ്ങളിൽ കോടതി ഒരു വലിയ രീതിയിലുള്ളൊരു സംശയവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഒപ്പം റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കോടതി ചോദിച്ചത്, ഇതിൽ ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്ന എന്തെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് കഴിയുമോ? ഇത്തരം പരാമർശങ്ങളല്ലാതെ ഈ രീതിയിലുള്ള ഈ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതല്ല, എന്താണ് ഈ വസ്തുതകൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് കോടതി എടുത്തു ചോദിക്കുകയുണ്ടായി. അപ്പോൾ കോടതിയോട് പറഞ്ഞത്, ആവലാതിക്കാരിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ നിരന്തരമായി ശല്യം ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ കോടതി ചോദിച്ചത്,
ഇതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയല്ലാതെ മറ്റെന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പ്രോസിക്യൂഷനോട് ആരായുകയും ചെയ്തു. IT ആക്ട് 67A, 67 BNS ആക്ട് 78, 79, 192, അതോടൊപ്പം തന്നെ 351 അനുച്ഛേദം 2 KP ആക്ട് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ കോടതിക്ക് ഇതിൽ ഇപ്പോൾ ഷാജഹാന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 2 പേരുടെ ആൾജാമ്യം, 27,000 രൂപയുടെ ബോണ്ട്, അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ തെളിവ് നശിപ്പിക്കുന്ന രീതിയിലടക്കമുള്ള കാര്യങ്ങൾ, ഇടപെടരുത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാജഹാന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ ഒരു നടപടി ഇന്ന് വൈകുന്നേരമാകുമ്പോൾ തന്നെ അത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ പരാതിയിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ പരാതിയിലേക്ക് വരുമ്പോഴാണ് KG ഷൈൻ്റെ 2ാം പരാതിയിലാണ് ഇതിൽ വീണ്ടും തനിക്കെതിരെ അധിക്ഷേപം നടത്തിയെന്ന് കാണിച്ചുകൊണ്ടുള്ള 2ാമത്തെ പരാതിയിലാണ് പോലീസിൻ്റെ നടപടികൾ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുകയും ഇന്ന് വിശദമായ രീതിയിലുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയുമായുള്ള മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ മോശം പെരുമാറ്റവും പ്രകോപനപരവുമായ അംഗവിക്ഷേപവും നടത്തിയ പാക് താരം ഹാരിസ് റൌഫിന് പിഴ. ICC ആണ് താരത്തിന് മാച്ച് ഫീയുടെ 30% പിഴ ചുമത്തിയത്. അർദ്ധശതകം നേടിയ ശേഷം വെടിവെക്കുന്ന ആംഗ്യം കാണിച്ച സാഹിബ് സാദ ഫർഹാന് ICC താക്കീതും നൽകി. എൽദോ പോൾ ചേരുകയാണ്. എൽദോ, വിവരങ്ങൾ. രഞ്ജിത്ത്, ഈ കഴിഞ്ഞ 21-ാം തീയതി നടന്ന മത്സരത്തിലാണ്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലാണ് ഈ 2 സംഭവങ്ങൾ നടന്നത്. അതായത് ബാറ്റ് ചെയ്ത് അർദ്ധ സെഞ്ചുറി നേടിയ ഷഹ്സാദ ഫർഹാനാണ് ആദ്യം ഇത്തരത്തിലൊരു ആക്ഷൻ കാണിക്കുന്നത്. അതായത് അർദ്ധ സെഞ്ചുറി സെലിബ്രേഷൻ സമയത്ത് അദ്ദേഹം ഒരു തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുന്നത് പോലെയായിരുന്നു ആ സെലിബ്രേഷൻ നടത്തിയത്. വെടിവെച്ചിട്ടു എന്നുള്ള മട്ടിലാണ് അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. പഹൽഗാം ഭീകരാക്രമണവും അല്ലെങ്കിൽ അതിനുശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ അറിയാം. അതിനുശേഷം നടന്ന ആദ്യ മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാനും. ആ മത്സരത്തിൽ അത്തരത്തിലൊരു ആംഗ്യം കാട്ടിയത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഫീൽഡ് ചെയ്യാൻ എത്തിയപ്പോൾ ഇന്ത്യൻ ആരാധകർ ഗാലറിയിലിരുന്ന് വിരാട് കോഹ്ലിയെ പുകഴ്ത്തിക്കൊണ്ട് കോഹ്ലി കോഹ്ലി എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു. അപ്പോഴാണ് റൌഫിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ 2 തവണ ഒരു ആക്ഷൻ ഉണ്ടായത്. അതായത് ആദ്യം അദ്ദേഹം കാട്ടിയത് 6-0 എന്നുള്ള ഒരു അംഗവിക്ഷേപമാണ്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ 6 ഫൈറ്റർ ജെറ്റുകൾ താഴെ ഇട്ടു എന്നാണ്. അത് ഓർമ്മിപ്പിക്കും വിധത്തിലാണ് റൌഫ് 6-0 എന്നുള്ള ഒരു അംഗവിക്ഷേപം കാണികളെ നോക്കി കാട്ടിയത്. അത് അപ്പോഴും കാണികൾ കോഹ്ലി കോഹ്ലി എന്നുള്ള വിളി തുടർന്നു. അതേ തുടർന്ന് റൌഫ് പിന്നീട് ഈ ഫൈറ്റർ ജെറ്റുകൾ താഴേക്ക് പതിക്കുന്ന മട്ടിലുള്ള ഒരു അംഗവിക്ഷേപവും ആ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ കാണിക്കേണ്ടായി. ഇതാണ് ഇപ്പോൾ ഈ 30% മാച്ച് ഫീയുടെ പിഴ ചുമത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ICC വിലയിരുത്തുന്നത് ICCയുടെ ചട്ടപ്രകാരം ലെവൽ 1 പ്രകാരമുള്ള തെറ്റാണിത്. അതുപ്രകാരമാണ് ഇപ്പോൾ മാച്ച് ഫീയുടെ 30% പിഴ ഈടാക്കുന്നത്. ഇതിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെയും അന്വേഷണം ഉണ്ടായിരുന്നു. അതായത് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ജയിച്ചപ്പോൾ ഈ ജയം പഹൽഗാമിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നുള്ള കളിക്കളത്തിലേക്ക് ആ കാര്യം കൊണ്ടുവന്നു എന്നുള്ളതാണ് സൂര്യകുമാർ യാദവിനെതിരെയുള്ളത്. പക്ഷേ ഇതുവരെയും അതിലൊരു ശിക്ഷാ വിധി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ റൌഫിനെതിരെയാണ് ഇപ്പോൾ 30% മാച്ച് ഫീ പിഴ ചുമത്തിയത്. പക്ഷേ ഫർഹാന് താക്കീത് മാത്രമാണ് നൽകിയത്. ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്ന തരത്തിലുള്ള ഫർഹാന്റെ അംഗവിക്ഷേപത്തിന് താക്കീത് മാത്രം നൽകുന്നു. എന്താണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ചരിത്ര ഫൈനൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു പിഴ വിധിക്കുന്നതും ICC നടപടി വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായും പ്രതീക്ഷിക്കേണ്ടത് ഫൈനലിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ അല്പം കൂടി സമ്മർദ്ദമേറും, പിരിമുറുക്കം കൂടും, വാശി കൂടും എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത്. ശരി എൽദോ. ഓപ്പറേഷൻ നുംഖോറിൽ പരിശോധന ശക്തമായതോടെ ഉടമകൾ വാഹനങ്ങളുടെ രൂപം മാറ്റുന്നതായി കസ്റ്റംസ്. വാഹനത്തിന്റെ ഉടമകൾ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയതായാണ് സംശയിക്കുന്നത്. വാഹനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താനും ശ്രമം നടത്തുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഓപ്പറേഷൻ ഉംകോറിൽ വാഹനം പിടിച്ചെടുത്ത കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച നടൻ ദുൽഖർ സൽമാൻ കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്താണ് ഹർജി സമർപ്പിച്ചത്. ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്താണ് ഹർജി. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. വിഷയത്തിൽ ഹൈക്കോടതി കസ്റ്റംസിന്റെ വിശദീകരണം തേടി. കനത്ത മഴയെ തുടർന്ന് ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഒക്ടോബർ 4 മാറ്റി. ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടില്ലെന്ന് ഏജന്റുമാരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ലോട്ടറി വകുപ്പിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും കെട്ടിക്കിടക്കുന്ന ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോകാൻ ഇതിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷ ചെറുകിട കച്ചവടക്കാർ പങ്കുവച്ചു. ലഡാക്കിലെ സംഘർഷത്തിന് പിന്നാലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ലേ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം കിടന്ന സോനം വാങ്ചുക്കിന്റെ പ്രസംഗമാണ് ആളുകളെ തെരുവിലിറക്കിയതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആരോപണം. ബുധനാഴ്ചയുണ്ടായ ആക്രമണത്തെ തുടർന്ന് പോലീസ് ഇടപെടലിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം വിഷയത്തിൽ ലഡാക്കിലെ സംഘടനകളായ ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവരുമായി കേന്ദ്രം വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച MiG-21 വിമാനങ്ങൾ ഔദ്യോഗികമായി സേവനം അവസാനിപ്പിച്ചതോടെ രാജ്യത്തിൻ്റെ സൈനിക വ്യോമയാന ചരിത്രത്തിലെ നിർണായക അധ്യായത്തിനാണ് അവസാനം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനവും ഇന്റർസെപ്റ്റർ വിമാനവുമായ MiG-21 1960കളിലാണ് ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 62 വർഷത്തെ മികച്ച സേവനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചണ്ഡീഗഡിൽ പ്രൗഢോജ്വലമായ വിടവാങ്ങൽ ചടങ്ങാണ് വ്യോമസേന സംഘടിപ്പിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക മേധാവികൾ, മുൻ സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തീരുവ യുദ്ധം കൂടുതൽ കടുപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ 1 മുതൽ 100% വരെ തീരുവ പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാകും. നിലവിൽ US-ലേക്ക് ഏറ്റവും അധികം മരുന്നുകൾ എത്തിക്കുന്നത് ഇന്ത്യയാണ്. 2025 ആദ്യ പകുതിയിൽ $3.7 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചത്. ഇതിനു പുറമെ കിച്ചൺ ക്യാബിനറ്റുകൾ, ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് 50% തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് 30%, ഹെവി ട്രക്കുകൾക്ക് 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരായ ന്യൂസ് 18 ക്യാമ്പയിൻ AD 2025 പ്രൗഢോജ്വല സമാപനം. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതിലുപരി സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകൾ ഒന്നിന് പരിഹാരം കാണാൻ ന്യൂസ് 18 നടത്തുന്ന ശ്രമം ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസാരിച്ച മേയർ ആര്യ രാജേന്ദ്രനും MLA VK പ്രശാന്തും ന്യൂസ് 18 ദൗത്യത്തെ അഭിനന്ദിച്ചു. പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ BL ഷിബു, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മീര ജോർജ്, വിദ്യാർത്ഥി പ്രതിനിധി പാർവതി എന്നിവർ പങ്കെടുത്തു. ജൂൺ 10 എറണാകുളം കാക്കനാട് രാജഗിരി കോളേജിലായിരുന്നു AD 2025 ആന്റി ഡ്രഗ് ഇനിഷ്യേറ്റീവിന് തുടക്കമായത്. കോഴിക്കോട് ദേവഗിരി കോളേജിലും കോട്ടയം മാന്നാനം KE കോളേജിലും പരിപാടി സംഘടിപ്പിച്ച ശേഷമാണ് മാർ ഇവാനിയോസ് കോളേജിൽ ക്യാമ്പയിൻ സമാപിച്ചത്. ഇനി ദേവി മാഹാത്മ്യം കാണാം. നമസ്കാരം.